അപ്പൊ നമ്മൾ ഇന്ന് സ്വിഫ്റ്റ് ഡീസലിന്റെ ഒരു ലോങ് സെൽഫിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ ആദ്യം സെൽഫ് മോട്ടർ ആയിരുന്നു കംപ്ലൈന്റ്. സെൽഫ് മോട്ടർ നന്നാക്കുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ, ക്രാങ്കിന്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. എന്റെ സെൽഫ് മോട്ടർ നന്നാക്കിയതിന് ശേഷമുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. പിന്നെ ഇപ്പൊ കേരളത്തിൽ പൊതുവെ നല്ല മഴയാണ്. എല്ലാവരും സേഫ് ആയിട്ട് യാത്ര ചെയ്യുക. വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ മെല്ലെയൊക്കെ ഓടിക്കുക, അപകടങ്ങളൊക്കെ കുറയ്ക്കുക. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, ഒന്ന് അടിക്കാമോ? അപ്പോൾ ഇതിൻ്റെ സെൽഫ് നമ്മൾ അടിക്കുന്ന സമയത്ത് സെൽഫ് വേണോ വേണ്ടയോ എന്നുള്ള രീതിയിലാണ് എൻജിൻ കറങ്ങിക്കൊണ്ടുന്നത്. തീരെ പവർ ഉണ്ടായില്ല. അപ്പോൾ ഇതിനൊരു പ്രധാന കാരണം ബാറ്ററിയും സെൽഫ് മോട്ടറൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാറ്ററിക്ക് കുഴപ്പമുണ്ടായില്ല. അപ്പോൾ സെൽഫ് മോട്ടർ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ബ്രഷ് ഹോൾഡർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ് മഹേഷ് ചങ്ങാതി. പുള്ളീൻ്റെ അടുത്ത് കൊണ്ടേ കാണിച്ചപ്പോൾ പുള്ളി അയച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ബ്രഷ് ഹോൾഡർ പൂർണ്ണമായി തീർന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ അത് മാറിയിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശരിയായി. പിന്നെ ചില കേസുകളുണ്ട് കേട്ടോ, ബ്രഷ് ഹോൾഡർ മാറിയാലും റെഡി ആവില്ല, സെൽഫ് മോട്ടറൊക്കെ മാറേണ്ട കേസുകൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് മുമ്പേ എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ സെൽഫ് നല്ലോണം കറങ്ങുന്നുണ്ട്, പക്ഷേ എന്നാലും സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ പമ്പൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും, ഡീസൽ പമ്പൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ചിലവായ പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1500 രൂപയാണ് ഇതിന് ചിലവ് വന്നേക്കുന്നത്. പിന്നെ പലതരം സെൽഫ് മോട്ടർ വരുന്നുണ്ട്. അപ്പോൾ അതിന് റേറ്റ് ഡിഫറൻ്റ് ഒക്കെ ഉണ്ടാവും. പുതിയ ബ്രഷ് ഹോൾഡർ വെച്ച് സെറ്റ് ചെയ്തു, വണ്ടി സ്റ്റാർട്ടാക്കി, അടിപൊളിയായി, പവറായി. टाइगर का हुक्म।